ഡേറ്റ ചോർത്തലിൽ സർക്കാർ നടത്തിയത് വൻ നീക്കങ്ങൾ. ജീവനക്കാരുടേതിന് പുറമെ 1 കോടി ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ PRDക്ക് കൈമാറാൻ ശ്രമം നടന്നു. കെ-സ്മാർട്ട് ഉപയോഗിക്കുന്നവരുടെയും ഡേറ്റ ചോർത്താൻ നീക്കം നടത്തിയെന്ന് തെളിയിക്കുന്ന കത്ത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. വാർഡ് വരെയുള്ള വ്യക്തിഗത വിവരങ്ങൾ PRDക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടാണ് കെ-സ്മാർട്ടിന് കത്ത് നൽകിയത്. മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടക്കില്ലെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത വിവരങ്ങൾ ശമ്പള സോഫ്റ്റ്വെയറായ സ്പാർക്കിൽ നിന്ന് ചോർത്തിയെന്നാണ് ഇതുവരെയുള്ള വിവാദം. ഇന്ന് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട കത്ത് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവന സോഫ്റ്റ്വെയറായ കെ-സ്മാർട്ട് വഴി മറ്റുള്ളവരുടെ ഡാറ്റ ചോർത്താൻ നീക്കം നടന്നുവെന്ന് വ്യക്തം. കഴിഞ്ഞ ഡിസംബർ 31-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി S. ശ്രീറാം സാംബശിവറാവു വായിച്ച കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് പേരും ഫോൺ നമ്പറും വാർഡും തദ്ദേശ സ്ഥാപനവും അടക്കമുള്ള വിവരങ്ങളാണ്. ഫെബ്രുവരി 12-നകം PRDക്ക് കൈമാറണമെന്നായിരുന്നു നിർദ്ദേശം. ഇത് ഏറ്റവും വലിയ ഡേറ്റ ബ്രീച്ചാണ്. മുഖ്യമന്ത്രിയുടെ OSD ഇങ്ങനെ ഒരു കത്തയക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ അയക്കുമോ? ഒരിക്കലും ഒരാൾക്ക് പോലും അപ്രോച്ചബിൾ അല്ലാത്ത ഈ ഡേറ്റകൾ പുറത്തു വന്നതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. CPM-ന്റെയും ഇടതുമുന്നണിയുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളും ഡേറ്റകളും ദുരുപയോഗം ചെയ്യുന്നത് നിയമവിരുദ്ധമാണ്. സർക്കാർ സേവനങ്ങൾക്കായുള്ള കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് എന്ന പേരിലാണ് വിവരങ്ങൾ ശേഖരിച്ചത്. കെ-സ്മാർട്ട് വഴി ഏതാണ്ട് 1 കോടി ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നു നീക്കം. മീഡിയ 1, പത്തനംതിട്ട.